ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് അതേപോലെ തന്നെ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാണ്ട് വെച്ചിരുന്ന വണ്ടിയുണ്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി എടുത്തുകൊണ്ടുവന്ന് അത്യാവശ്യം വണ്ടി ഓടുന്ന ഒരു കണ്ടീഷനിലേക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ മതി എന്നാണ് നമുക്ക് കിട്ടിയ നിർദ്ദേശം. അതും പ്രകാരമാണ് നമ്മൾ വർക്ക് ചെയ്തേക്കണേ. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്തേക്കണ വർക്കിൻ്റെ ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് പറയാം. നമുക്ക് ടാങ്കൊക്കെ ഫുള്ളായിട്ട് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ തന്നെ പെട്രോൾ ടാപ്പ്, ആ ടാപ്പ് പെട്രോൾ പൈപ്പൊക്കെ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്തത്. കാർബറേറ്റർ അസംബ്ലി ഉപയോഗിക്കാണ്ടിരുന്നത് കംപ്ലൈൻറ്റ് ആയിരുന്നു. അതാണ് ആ ഓവർഫ്ലോ കംപ്ലൈൻറ്റ് കാണിച്ചതിൻ്റെ കാരണം. കാർബറേറ്റർ അസംബ്ലി നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടുണ്ട്. സെൽഫിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, സെൽഫൊന്നും വർക്ക് ചെയ്യാൻ ബാറ്ററി കംപ്ലൈൻ്റ് ആയിരുന്നു. ബാറ്ററി മാറ്റി പുതിയ ബാറ്ററി വെച്ചിട്ടുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്തേക്കണേ. പിന്നെ നമുക്ക് അതിൻ്റെ ബോഡി ഫുള്ളായിട്ടൊന്ന് അഴിച്ച് കഴുകിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് കാര്യങ്ങളുണ്ടായിരുന്നു, തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമൊക്കെ മൊത്തം തുരുമ്പിട്ട് പോയേക്കണം. അപ്പോൾ പരമാവധി ചിലവ് ചുരുക്കാന്നുള്ള ഇതാണ് നമുക്ക് കിട്ടിയ നിർദ്ദേശം. അതും പ്രകാരമുള്ള വർക്കാണ് നമ്മൾ ചെയ്തേക്കണേ. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ കംപ്ലൈൻ്റ് ആണ്, ഫുൾ ലോഡായിട്ട് നിൽക്കണേ. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഷോക്ക് കംപ്ലൈൻ്റ് ഉണ്ട്, കോൺസെറ്റ് കംപ്ലൈൻ്റ് ഉണ്ട്. ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ടയർ ഫുള്ള് തീർന്നതിനാണ്. അതൊക്കെയാണ് ബാക്കിയത്തെ കണ്ടീഷൻ കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്യണ്ട, തൽക്കാലം ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ മാത്രം ചെയ്ത് വണ്ടി തൽക്കാലത്തേക്ക് ഓടിക്കാവുന്നൊരു കണ്ടീഷനിലേക്ക് ആക്കാം എന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ ആ രീതിയിലാണ് വർക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിനിയിപ്പോൾ ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വണ്ടി ബില്ലാക്കാനൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെയ്യാത്ത വർക്കുകൾ കുറച്ചുണ്ട്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ടയർ എത്രയും പെട്ടെന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് കുറച്ച് ഓടി കഴിയുമ്പോഴത്തേക്കും വീല് ജാമാവും, അത് ബ്രേക്ക് കേബിളിൻ്റെയാണ്, അത് ഇടയ്ക്ക് മാറ്റാനായിട്ട് നോക്കണം. അങ്ങനെ കുറച്ച് മെയിൻ്റനൻസുകളുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നിലവിൽ വണ്ടി ഇപ്പോൾ റണ്ണിങ് കണ്ടീഷനിലേക്ക് ആക്കി നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബില്ലായി കഴിയുമ്പോൾ ഓൾറെഡി കോൺടാക്റ്റ് ചെയ്തോളാം. ഓക്കെ.